ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞുന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നെയ്യാറ്റിൻകര വ്ളാത്താങ്കര ഇടവക അംഗം അരുൺ BS-നെയാണ്. അദ്ദേഹത്തിൻ്റെ സംഗീത യാത്രകളെയും ജീവിത അനുഭവങ്ങളെയും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടിവിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് അരുൺ സാറിനും കുടുംബത്തിനും സ്വാഗതം. നമസ്കാരം. സാറിൻ്റെ ബാല്യകാലം ഒന്ന് ഓർത്തു പറയാമോ? വളരെ സുന്ദരമായ ഒരു ബാല്യകാലമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ അച്ഛൻ വർഗീസ്, അമ്മ സുനന്ദ, ഒരു സഹോദരിയാണ് ആതിര. അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. മാത്രമല്ല അവരിങ്ങനെ ദേവാലയവുമായിട്ട് വളരെയധികം അടുപ്പമുള്ള രണ്ട് വ്യക്തികളായിരുന്നു. അച്ഛനാണെങ്കിൽ ദേവാലയ സംഗീതത്തിലെ എല്ലാ കാര്യങ്ങളിലും പാട്ടുകാരനായിട്ടും ഇൻസ്ട്രുമെൻ്റ് വായന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ വളരെയധികം ഇൻവോൾവ് ആകുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റ് ഇതിലും എല്ലാം അച്ഛൻ വളരെയധികം പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അമ്മയും അതുപോലെ തന്നെയാണ്. അവരുടെ ആ ഒരു ശിക്ഷണത്തിലൂടെയാണ് എൻ്റെ ബാല്യകാലം കടന്നു പോകുന്നത്. ജനനത്തിൽ തന്നെ എൻ്റെ ഒരു സംഗീതമായിട്ട് അടുപ്പിക്കുന്ന ഒരു സംഭവം യഥാർത്ഥത്തിലുണ്ടായിരുന്നു. ഈ തെക്കാട് ഹോസ്പിറ്റലിലാണ് അമ്മ പ്രസവിക്കാനായിട്ട് അഡ്മിറ്റായിരുന്നത്. അപ്പോൾ അച്ഛൻ വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കളുടെ അടുത്ത് പോകും. അങ്ങനെ ഒരു ദിവസം അവിടെ അടുത്തുണ്ടായിരുന്നൊരു സുഹൃത്തിൻ്റെ റൂമിൽ പോയപ്പോൾ അവിടെ ഒരു ആർട്സ് ക്ലബ്ബ് ഇവരുണ്ടായിരുന്നു. ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള പലരും ചേർന്നിട്ടുള്ളതാണ്. ഇപ്പോൾ പലരും ട്രാൻസ്ഫറായൊക്കെ അങ്ങനെ പോയപ്പോഴത്തേക്കും അതിൻ്റെ പ്രവർത്തനം നിലച്ചു. കിട്ടിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഓരോരുത്തരായിട്ട് കൊണ്ടുപോയി അങ്ങനെയുള്ളൊരവസ്ഥ. അവിടെ നിന്ന് കിട്ടിയ ഒരു സെറ്റ് തബല, ഞാനത് ഇന്നും നിധി പോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ സംഗീത ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് മാറിയത് അതാണ്. വിദ്യാഭ്യാസ രീതിയിലും ഞാൻ 4ാം ക്ലാസ് വരെ അമ്മയോടൊപ്പം അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളിലായിരുന്നു. 5ാം ക്ലാസ് മുതൽ അച്ഛനോടൊപ്പം കഞ്ചാമ്പഴിഞ്ഞി തിരുവറം ഹൈസ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം. പിന്നെ ധനുശ്വരം കോളേജിൽ പ്രീ ഡിഗ്രി. പിന്നെ തുടർന്ന് TTCക്ക് ഊരുട്ടുകാല ഗവൺമെൻറ് TTCക്ക് ജോയിൻ ചെയ്തു. പിന്നെ ഡിഗ്രിക്ക് വിശ്വഭാരതിയിൽ. ഇത്രയാണ് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇത് വന്നത്. സാറിൻ്റെ സംഗീത യാത്രയുടെ തുടക്കം എവിടെ നിന്നാണ്? എൻ്റെ ആ ജനന സമയത്ത് കിട്ടിയ ആ ഒരു തബല എൻ്റെ സംഗീത ജീവിതത്തിൻ്റെ അടിത്തറയായിരുന്നു. തുടർന്ന് ഇവിടെ അടുത്ത് തന്നെ പുഴുക്കുന്നുള്ള അച്ഛൻ്റെ ഒരു സുഹൃത്ത്, ഒരു ശിവനാഥൻ എന്ന് പറഞ്ഞൊരു സാറ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്നാണ് ഞാൻ തബല വായിച്ച് പഠിക്കുന്നത്. 11ാമത്തെ വയസ്സിൽ ഭാഗ്യസ്മരണീയനായ ജേക്കബ് പച്ചാരിപ്പറമ്പിൽ പിതാവ് ഇടവക സന്ദർശനത്തിന് വന്നപ്പോൾ ഞാൻ അരങ്ങേറുകയായിരുന്നു. തബല വായിച്ച് അരങ്ങേറുകയായിരുന്നു. അവിടെ മുതൽ ഇന്നീ നിമിഷം വരെ ദൈവം സഹായിച്ച് ദേവാലയ സംഗീതത്തിന് ഒപ്പം നീങ്ങാൻ, അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ഒപ്പം നീങ്ങാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതൊരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ആ ഒരു നല്ലൊരു തുടക്കം എനിക്ക് ലഭിച്ചു എന്നുള്ളത്. ഇടവകയിൽ അരുണ് എന്തെല്ലാം പ്രവർത്തനങ്ങളിലാണ് പങ്ക് ചേർന്നിരിക്കുന്നത്? ആ ചോദ്യത്തിന് എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ പങ്ക് ചേർന്നിട്ടില്ല എന്ന് ചോദിക്കുന്നത് കുറച്ചുകൂടെ കാര്യം. ഇത് KCVMൻ്റെ പ്രതിനിധി എന്നുള്ള ഇതിൽ പാരിഷ് കൗൺസിൽ മെമ്പർ, പിന്നെ ആജപാലനത്തിൻ്റെ അങ്ങനെ പല സമിതികളുടെയും പ്രതിനിധിയായിട്ട് പാരിഷ് കൗൺസിൽ കാലങ്ങളോളം ഉണ്ടായിരുന്നു. പാസ്റ്റർ കൗൺസിൽ, രൂപത പാസ്റ്റർ കൗൺസിൽ മെമ്പറായിരുന്നു. രൂപതയുടെ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഖജാൻജിയായിരുന്നു. പിന്നെ സെക്രട്ടറി, വൈസ് പ്രസിഡൻറ്റ്, സംസ്ഥാന സമിതി അംഗം, അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും വളരെ ഭാഗ്യപ്പെട്ട. KCF എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 3 റീത്തുകളുടെയും കോർഡിനേഷൻ സമിതിയുണ്ട്. അതിൻ്റെ അംഗമായിരുന്നു 3 വർഷത്തോളം. ഒരുപാട് നല്ല എല്ലാ റീത്തുകളിലുള്ള നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ അതൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കൂടാതെ മതബോധന അധ്യാപകനായിരുന്നു വർഷങ്ങളോളം. പിന്നെ ഈ മറ്റ് ഇടവകളിൽ കൊയർ ഫോം ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം പലപ്പോഴും ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ചു കാലമായി മതബോധന അധ്യാപന രംഗത്തു നിന്ന് മാറി നിൽക്കുന്നുണ്ട്. കൊയർ ടീമിൽ ഇപ്പോഴും കൊയർ ടീം ലീഡർ തന്നെയാണ് നമ്മുടെ ഇടവകയുടെ. അരുൺ ഒരു ഗായകനായിട്ടാണ് അറിയപ്പെട്ടു വന്നത്. എപ്പോഴാണ് പിന്നെ സംഗീത സംവിധാനത്തിലേക്ക് കടന്നു വന്നത്? വളരെ യാദൃശ്ചികമായിരുന്നു. ചില കഥാപ്രസംഗങ്ങളിലെ ഈരടികൾ സംഗീതം ചെയ്യേണ്ട ആവശ്യകത വന്നു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥം. പിന്നെ അത് സംഗീതം ചെയ്യുകയാണ് എന്നുള്ളൊരു ധാരണയോടുകൂടെ അല്ല, അതിനപ്പോഴങ്ങനെ ചിട്ടപ്പെടുത്തേണ്ടി വന്നു, അങ്ങനെ ചെയ്തു. എന്നിട്ട് പലരും ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് സംഗീത സംവിധാനത്തിലോട്ടാണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളൊരിത്. യാദൃശ്ചികമായിട്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ സബ്സ്റ്റേഷനിലൊരു കൊച്ചുത്രാസ്യ പുണ്യതയുടെ ഒരു പള്ളിയുണ്ട്. അവിടത്തേക്ക് വേണ്ടി കൊച്ചുത്രാസ്യ പുണ്യതയുടെ ഒരു പാട്ട് ഒന്ന് ഈണം നൽകാൻ, അവർ ഈണം മറന്നുപോയി, അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഈണം നൽകാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. അത് ചെയ്തു കൊടുത്തതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് സംഗീത സംവിധാനത്തിൻ്റെ ഒരു പോർഷൻ അല്ലേ എന്നുള്ളൊരു തോന്നൽ വന്നതും
അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ 1998 ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് അതിനൊരു സംഗീതം സംവിധാനം എന്നുള്ള രീതിയിലെടുത്ത് ഇടവക തിരുനാളിനോടനുബന്ധിച്ച് പാട്ടുകൾ ട്യൂൺ ചെയ്ത് വരുന്നത് ആദ്യമായിട്ട് അപ്പോഴാണ്. വളരെയധികം അപ്രീസിയേഷൻ അപ്പോൾ കിട്ടിയതുകൊണ്ടും ഒരുപാട് ബാക്ക് സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് അതിൽ ഉറച്ചു നിൽക്കാനും ഇതുവരെയൊക്കെ എത്താനും സാധിച്ചിട്ടുള്ളത്. അരുൺ പ്രൊഫഷണലായിട്ട് നാടകങ്ങളിൽ ഒരു ആർട്ടിസ്റ്റാണ് ശരിക്കും. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേ. നാടകം എനിക്ക് ലഭിക്കുന്ന അച്ഛനിൽ നിന്നാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ ആദ്യമായിട്ട് ഭാവി എന്ന് പറഞ്ഞൊരു നാടകം, അതിലോട്ടാണ് ആദ്യമായിട്ട് ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നത്. അച്ഛനാണത് സംവിധാനം ചെയ്യുന്നതൊക്കെ. തുടർന്ന് സ്കൂളിലെ നാടകങ്ങളിലൊക്കെ അച്ഛൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തുമായിരുന്നു. 10ാം ക്ലാസ്സിൽ വന്നപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള CL ജോസിൻ്റെ ഒരു നാടകമാണ് അച്ഛൻ എടുത്തത്. അതിലും നല്ലൊരു വേഷം ചെയ്യാൻ സാധിച്ചു. പക്ഷെ തുടർന്ന് പ്രീ ഡിഗ്രിയിലൊക്കെ എത്തിയപ്പോൾ കുറച്ചുകൂടെ നാടക സങ്കേതങ്ങളുമായിട്ട് പരിചയപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം അതൊരു എന്താ പറയുക, ഒരു ക്രേസ് തന്നെയായിരുന്നു ഒരു പരിധിവരെ. അങ്ങനെ കുറേയേറെ നാടകങ്ങൾ അഭിനയിക്കാനായിട്ട് ശ്രമിച്ചു. അമച്ചറിൽ എൻ്റെ ആ കൊച്ചു പ്രായത്തിലൊക്കെ, എൻ്റെ പ്രീ ഡിഗ്രി ആ സമയത്തൊക്കെ അമച്ചറൽ നാടകങ്ങൾ ഒരുപാടുള്ള ഒരു സമയമായിരുന്നു. ഇന്ന് നമുക്കത് കാണാനില്ല. ക്ലബ്ബുകളും അമച്ചറൽ നാടകങ്ങൾ, അങ്ങനെ അതിലൂടെ ഒരുപാട് നാടകത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു. കുറച്ചുകൂടെ മുതിർന്നപ്പോൾ പള്ളിയിലെ നാടകങ്ങളിൽ കൂടുതൽ ആക്റ്റീവായി. പിന്നെ അതെനിക്കൊരു വല്ലാത്തൊരു അനുഭവമാണ് തന്നത്. ബൈബിളിനെ ഞാൻ യഥാർത്ഥത്തിൽ അടുത്തറിയുന്നത് നാടകങ്ങളിലൂടെയാണ്. ഭവനോടെ ജോസഫ് പാറാങ്കുഴി അച്ഛനും ജോസഫ് കാര്യമറ്റോ അച്ഛനും ഇങ്ങനെയുള്ള പ്രഗത്ഭർ എഴുതിയ നാടകങ്ങളിലൂടെയാണ് ബൈബിളിനെ അറിയുന്നത്. അതിനകത്തോട്ട് കൂടുതൽ ഇറങ്ങാൻ തോന്നി. എങ്ങനെയോ യാദൃശ്യമായിട്ട് ആവശ്യം വന്നപ്പോൾ ഇവരുടെ അവൈലബിലിറ്റി ഇല്ലായിരുന്നപ്പോൾ ഒരു നാടകം എഴുതി, അതിങ്ങനെ സംവിധാനം ചെയ്തു. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10-15ഓളം നാടകം എഴുതാനും
അതിനെ സംവിധാനം ചെയ്യാനും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ ദൈവാനുഗ്രഹം ഉണ്ടായി. ഒപ്പം തിരുവനന്തപുരം ശ്രീരംഗകല എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ സമിതി വിശുദ്ധ ദേവസഹായം പിള്ളയുടെ നാടകം ജീവചരിത്ര നാടകമാക്കിയപ്പോൾ അതിലൊരു പാർട്ടെടുക്കാൻ, അതിലൊരു പാർട്ടെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വില്ലൻ്റെ വേഷമാണ് രാമയന്തളവ എന്ന് പറയുന്ന ആ വില്ലൻ്റെ വേഷം. അത് ചെയ്യാൻ സാധിച്ചു. അതൊരു വലിയ ഭാഗ്യവും വലിയൊരു അനുഭവമായിരുന്നു. കേരളത്തിൽ മൊത്തം ഒരുപാട് 75-78ഓളം സ്റ്റേജ് കളിച്ച നാടകമാണ്. അതൊരു വലിയ അനുഭവമായിരുന്നു. അതിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് ദേവസഹായം പിള്ളയുടെ വീടിൻ്റെ ആ ചുമരിനോട് ചേർന്നുള്ള ഒരു വേദിയിൽ കളിക്കാൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ ഈ വൈബ്രേഷൻ, സൈക്കിക് വൈബ്രേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഫീൽ ചെയ്തത് അപ്പോഴാണ്. സ്റ്റേജിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങളുടെ കാലുകളൊക്കെ വിറയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ആ നാടകത്തിൻ്റെ പിന്നെ അതിനുശേഷം ജോബ് എന്ന് പറയുന്ന നാടകം, അങ്ങനെ ഇപ്പോൾ കയ്യഫാസ് എന്ന് പറയുന്ന ഒരു നാടകത്തിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ. അതിങ്ങനെ ഏകദേശം തീരാറായി അങ്ങനെ വരുന്നു. സാറിൻ്റെ കുടുംബത്തിലെ എല്ലാവരും, വൈഫും കുട്ടികളും എല്ലാവരും ഗായകരാണ്. അപ്പോൾ ഇവരെല്ലാം എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും സാറിൻ്റെ ആ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ അവരെയാണോ അവരെന്നെയാണോ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരിതുണ്ട്. കാര്യം ദൈവാനുഗ്രഹം ഇപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ എനിക്ക് തന്ന ഒരു പൂക്കാലമാണ്. ഭാര്യ നല്ല പാട്ടുകാരിയാണ്, പ്രൊഫഷണൽ ഗായികയാണ്. പിന്നെ അത് ഒരു പരിധിവരെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒന്നിച്ചതും. ആ ഒരു ബന്ധമാണ് ഞങ്ങൾ ഒന്നിപ്പിക്കുന്നത്. മക്കൾ ഇത്രയും എത്തുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും പ്രതീക്ഷിച്ചല്ല. ഞാനൊരു വലിയ ഗായകനല്ല, ആവറേജ് സിംഗർ മാത്രമാണ്. മോള് 8ാമത്തെ വയസ്സിൽ പ്രൊഫഷണലായിട്ട് റെക്കോർഡിങ്ങിന് പാടി. 8ാമത്തെ വയസ്സിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണു നിറഞ്ഞ അതും ഒരു കണക്ഷനുള്ളത് കൊച്ചിത്ര സിമണിയുടെ പാട്ടാണ് പാടിയത്. അതവളുടെ ഒരു സ്റ്റാർട്ടിങ്, അതൊരു വലിയൊരിതായിരുന്നു. മോനും 9 വയസ്സ് മുതൽ കൊയർ ടീമിലുണ്ട്. ഇപ്പോൾ പ്രൊഫഷണലായിട്ട് എല്ലാവരും പാടുന്നുണ്ട്. അങ്ങനെ 9 വയസ്സ് മുതലേ അവരുണ്ട്. ഇവർ എൻ്റെ കൂടെ ഉള്ളതിൻ്റെ ഒരു ഭാഗ്യം. ഞാൻ ആ ഒരു കോർഡിനേഷൻ എന്നുള്ള ഞാനങ്ങനെ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ന്യൂ ജനറേഷൻ്റെ സംഭവങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നത് മക്കളാണ്. അതായത് എൻ്റെ ഭാഗത്ത് ഞാനിങ്ങനെ പോകുമ്പോഴത്തേക്കും അച്ഛാ എന്തോ വെച്ചാൽ ഇത് പഴയ ശൈലിയല്ലേ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ലീഡ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ അവരാണ്. 3 പേരും വളരെ കോപ്പറേറ്റീവാണ്. വളരെയധികം എൻ്റെ സംഗീതയാത്രയിൽ വലിയ സഹായം തന്നെയാണ് എൻ്റെ മക്കളും ഭാര്യയും. സുപ്രഭാത ശുഭകീർത്തനങ്ങൾ സൂര്യകിരണത്തെ പുണരുമ്പോൾ ശുഭ്രമാ മനസ്സോടെ അൾത്താരയണയുന്നു തൃപ്പാദ ഭക്തർ നിന്റെ ദാസർ. സുപ്രഭാത ശുഭകീർത്തനങ്ങൾ സൂര്യകിരണത്തെ പുണരുമ്പോൾ ശുഭ്രമാ മനസ്സോടെ അൾത്താരയണയുന്നു തൃപ്പാദ ഭക്തർ നിന്റെ ദാസർ. നിർവൃതി നുകരട്ടെ ഞാൻ, നിന്നിൽ ലയിക്കട്ടെ ഞാൻ. നിർവൃതി നുകരട്ടെ ഞാൻ, നിന്നിൽ ലയിക്കട്ടെ ഞാൻ. നിൻവിലാവിലെ ചോരയാൽ എന്നോട് പാപം കഴുകാനണയും. നിൻവിലാവിലെ ചോരയാൽ എന്നോട് പാപം കഴുകാനണയും. തകർന്നു നുറുങ്ങിയ ഹൃദയമൊരുക്കാൻ നിൻ വിരൽ തുമ്പൊന്നു വിടർത്തു. തകർന്നു നുറുങ്ങിയ ഹൃദയമൊരുക്കാൻ നിൻ വിരൽ തുമ്പൊന്നു വിടർത്തു. സുപ്രഭാത ശുഭകീർത്തനങ്ങൾ സൂര്യകിരണത്തെ പുണരുമ്പോൾ ശുഭ്രമാ മനസ്സോടെ അൾത്താരയണയുന്നു തൃപ്പാദ ഭക്തർ നിന്റെ ദാസർ. നിർവൃതി നുകരട്ടെ ഞാൻ,
ഞാൻ. അരുൺ സാറിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാമോ? ഒരുപാടുണ്ട്. സംഗീതത്തിലായാലും പല ബ്ലോക്കുകളും പലപ്പോഴും ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴെല്ലാം ദൈവം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രകൃതിയിലേക്ക് ഇറങ്ങാനൊക്കെ ഉള്ള ഒരു ഇത് പറയും, അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. ഇന്ന ചേഞ്ച് മനസ്സിലൊരിക്കലും ഞാൻ ചിന്തിക്കാത്ത ചേഞ്ചസ് എനിക്ക് തരും. പക്ഷേ എങ്കിലും എൻ്റെ ജീവിതമായിട്ട് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയും വയ്യാതെ കിടക്കുന്ന ഒരവസരം നമ്മൾ ഒരു 3-4 ദിവസം ഉറക്കം ക്ഷീണമെല്ലാം കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം എനിക്ക് ഓഫീസിൽ പോയേ പറ്റൂ, ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന്. ഇവിടെ 50 കിലോമീറ്ററോളം അപ്പുറത്താണ്. പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പിന്നെ ഒരു അബോധാവസ്ഥ പോലെ ആയിരുന്നു യഥാർത്ഥത്തിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷുഗർ ഭയങ്കരമായിട്ട് ഡൗൺ ആയതായിരിക്കാനാണ് സാധ്യത. ഒരു കാറിലിടിച്ച് ഞാൻ വീഴുന്നു. തലയ്ക്കായിരുന്നു പരിക്ക്. എത്രയും വേഗം അവർ പിന്നെ നെടുമങ്ങാട് അടുത്താണ് സംഭവം നടന്നത്. അവിടെ എത്തിച്ചു. അവിടെ നിന്ന് പിന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പക്ഷേ എനിക്ക് ഞാൻ സംസാരിക്കുന്നുണ്ട്, എല്ലാം ശരി തന്നെയാണ്. എനിക്ക് ബോധമില്ലായിരുന്നു. 3 ഹെവി ആയിട്ടുള്ള ബ്ലോക്കുകളാണ്. ഓപ്പറേഷൻ മസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോഴെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റുങ്കര രൂപതയിൽ ഇത് കേരളത്തിൽ തന്നെ എനിക്കറിയാവുന്ന എല്ലാ ക്രൈസ്തവരും സുഹൃത്തുക്കളും അക്രൈസ്തവർ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അതിലെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ നെയ്യാറ്റിൻകര ലോഗോസിൽ ഞങ്ങളൊരു ധ്യാനമേറ്റിരുന്നു, ഞാനും ഭാര്യയായിട്ട് പാടാനായിട്ട്. ഞാനിത്രയും സീരിയസ് ആണ്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ ഉണ്ടാകുമോ എന്ന് പോലും അയാൾക്ക് ഉറപ്പില്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ അയാൾ ആ ധ്യാനത്തിന് പോയി. അതിൻ്റെ ഫലമായിരിക്കാം ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് എന്നെ ദൈവം കൊണ്ടെത്തിച്ചു. ഒരു 6 മാസമെങ്കിലും കഴിയും നോർമലായിട്ട് ഞാൻ പെരുമാറാനാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അടുത്ത മാസം തിരുനാളാണ്, ഇനി പാട്ട് പഠിപ്പിക്കണം, ഈ കാര്യങ്ങൾ ചെയ്യണം. അതിനും മാതാവിനെ അനുവദിച്ചു. ഒരു ദൈവത്തിൻ്റെ കരം നമ്മൾ പിടിച്ചാൽ നമ്മളെ വഴി നടത്തും എന്നുള്ളതിന് എനിക്ക് ഏറ്റവും വലിയൊരു ഇതായിട്ട് പറയാനുള്ളത് അതാണ്. ദേവാലയ സംഗീതത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് 9ഓളം മ്യൂസീഷ്യന്മാരുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ബേണി ഇഗ്നീഷ്യസ് സാർ, OVR സാർ, ജോൺസൺ മങ്ങഴ, ആലപ്പുഴ പയസ് തുടങ്ങിയ വളരെ പ്രഗത്ഭരായ സംഗീത സംവിധായകരോടെ ചേർന്ന് എനിക്ക് ഒന്നിച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കേരള CCയുടെ ലിറ്റർജി കമ്മീഷൻ വൈദികരുടെ ഗാനം, വൈദികർ പാടുന്ന ദിവ്യബലിയുടെ വൈദികർ പാടുന്ന പോർഷൻ ഏകീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളൊരു ടീമിനെ വിളിച്ചത് ഞങ്ങൾ പാട്ട് ട്യൂൺ ചെയ്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിലൊന്ന് സെലക്ട് ചെയ്തതാണ്. പക്ഷേ അവിടെ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ പാട്ട് സെലക്ട് ചെയ്യുകയല്ല, നമ്മളിനി അവിടെ ഒരു പുതിയ പാട്ട് ക്രിയേറ്റ് ചെയ്യുക, 3 ട്യൂണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. താളത്തിലും രാഗത്തിലും അല്ലാതെ ഒരു ട്രഡീഷണൽ എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു ചാൻറ്റും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു മാസങ്ങളോടടുത്ത ഒരു വലിയ അധ്വാനമായിരുന്നു. പക്ഷേ ഈ ഒറ്റ മനസ്സോടുകൂടി ഞങ്ങളെന്ന് പറയാൻ എനിക്ക് മടിയുടെ കാര്യം, അവരോടൊപ്പം കൂട്ടാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. OVR സാറിനെ പോലുള്ള ലെജൻഡുകളെ കണ്ടാണ് നമ്മൾ ഇതിലോട്ട് വന്നതൊക്കെ. അവരോടൊപ്പം ഇരുന്നൊന്ന് വർക്ക് ചെയ്യാൻ പറ്റുക, ബേണി ഇഗ്നീഷ്യസ് സാറിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുക, അതൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ദേവാലയ സംഗീത രംഗത്ത് അതെന്നും ഓർമ്മിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള കാര്യം, എളുപ്പമൊന്നും മാറുന്ന ഗാനങ്ങളല്ല അത്. കേരള ലത്തീൻ സഭയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഒരു പ്രവർത്തനം തന്നെയായിരുന്നു. അതിൽ വീണ്ടും ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാടുന്ന അനുതാപഗാനം, ഒറിജിനൽ വേർഡ്സാണ് നമ്മൾ പാടേണ്ടത്. ആ അനുതാപഗാനം ഞാൻ ട്യൂൺ ചെയ്ത ബേസിനെ സ്വാഭാവികമായിട്ടും ഇത്രയും ലെജൻസ് ഇരിക്കുകയാണ്, അവരാവശ്യപ്പെട്ട ഇംപ്രവൈസേഷനോടുകൂടി ചെയ്തതാണ്. അതൊക്കെ എന്നും ഓർമ്മിക്കാൻ, നമ്മൾ എന്നും അഭിമാനത്തോടെ ഓർമ്മിക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങളാണ് അതൊക്കെ. യേശുവിൻ്റെ സ്നേഹമേ, തിരുഹൃദയമേ, അണയുന്നോർക്കഭയത്തിൻ കേദാരമേ, ആരോരുമില്ല
ഏഴയാം ഞങ്ങളെ ആ തിരുഹൃദയത്തിൽ ചേർക്കേണമേ. യേശുവിൻ്റെ സ്നേഹമേ തിരുഹൃദയമേ, അണയുന്നോർക്കഭയത്തിൻ കേദാരമേ, ആരോരുമില്ലാത്ത ഏഴയാം ഞങ്ങളെ ആ തിരുഹൃദയത്തിൽ ചേർക്കേണമേ. പാപികൾ ഞങ്ങൾക്കായി നീയേറ്റ മുറിവുകൾ ഇന്നുമങ്ങേ ഹൃദയത്തിൽ കാണുന്നിതാ. പാപികൾ ഞങ്ങൾക്കായി നീയേറ്റ മുറിവുകൾ ഇന്നുമങ്ങേ ഹൃദയത്തിൽ കാണുന്നിതാ. പാപവഴിയിൽ നിന്നു മാറി പുണ്യപാത തേടുവാൻ തിരുഹൃദയ സ്നേഹമേ തുണയാകണേ. പാപവഴിയിൽ നിന്നു മാറി പുണ്യപാത തേടുവാൻ തിരുഹൃദയ സ്നേഹമേ തുണയാകണേ. യേശുവിൻ്റെ സ്നേഹമേ തിരുഹൃദയമേ, അണയുന്നോർക്കഭയത്തിൻ കേദാരമേ, ആരോരുമില്ലാത്ത ഏഴയാം ഞങ്ങളെ ആ തിരുഹൃദയത്തിൽ ചേർക്കേണമേ. സാറിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് എൻ്റെ ഭാര്യ സഹജ, അത് മകൾ മൂത്തയാൾ ഗീതു. പുള്ളിയും നല്ലൊരു പാട്ടുകാരിയാണ്. മകൻ ഇവിടെ ഇല്ല, പുള്ളി ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മാറി നിൽക്കുകയാണ്. മ്യൂസിക് കോളേജിൽ ഡിഗ്രി കഴിഞ്ഞു മകൻ. നല്ല പാട്ടുകാരനാണ്, പ്രൊഫഷണലായിട്ട് പാടും. മൈമിന് നാഷണൽ അവാർഡ് വിന്നറാണ്. ഇതെൻ്റെ കൊച്ചുമോൻ എമിൽ, അവനും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങളുടെ സംഗീതയാത്രയിലും ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. ചെറുതായിട്ട് പാടുന്നുണ്ട് അവൻ. അങ്ങനെ ഒരു പാട്ടുകാരനായി മാറിയില്ല, അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾ കല്യാണത്തിന് മുന്നേ 6-7 വർഷം ഒരുമിച്ചായിരുന്നു, ഒരു ടീമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കല്യാണം, അത് കഴിഞ്ഞിട്ട് 28 വർഷം കഴിഞ്ഞ് 29 വർഷം ആവാൻ പോവുക. കല്യാണം കഴിഞ്ഞാൽ പാടാൻ പറ്റുമോ അങ്ങനത്തേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും കലയെ സ്നേഹിക്കുന്നവരും, അവരും കലാ ഫാമിലി തന്നെ. അവരും പാട്ട് പാടുന്നവരും. അച്ഛനും പണ്ട് കൊയറിലെ മോസ്കായിരുന്നു, അമ്മയും പാടും. അപ്പോൾ ഞാൻ പ്രോഗ്രാം ചെയ്യണമെന്ന് അവർക്കും നിർബന്ധം തന്നെയായിരുന്നു. അങ്ങനെ വീട്ടിലിരുത്തിയിരിക്കണ്ട, അവൾ പ്രോഗ്രാം ചെയ്യട്ടെ. അങ്ങനെ അപ്പോഴും മുതലേ പ്രോഗ്രാം ചെയ്യുക തന്നെയാണ്. പിന്നെ സന്തോഷമായിട്ട് തന്നെയാണ്. ദൈവം ഇനിയും സന്തോഷത്തോടെ നടത്തട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിന് സംഗീത വഴിയിലൂടെ നടത്തിയ ദൈവം ഞങ്ങൾക്ക് തന്നൊരു സമ്മാനമാണ്. ജപമാല നമ്മൾ ചൊല്ലുന്ന അതേ വാക്കുകൾ സംഗീതം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതും സഹായിച്ചതും പ്രചോദകമായത്. ഞങ്ങൾ ഒന്നിച്ച് ആ വരികളൊന്നും ആലപിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ
സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മറിയ കന്യാമാതാവേ, ആവേ മറിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അരുൺ സാറിൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ കഴിവുകളും ദൈവമഹത്വത്തിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും അതുപയോഗിച്ചു. അതുകൊണ്ട് ദൈവം പല പല മേഖലകളിൽ ഉയർത്തി. കുടുംബത്തിൽ എല്ലാവർക്കും ആ കഴിവുകൾ നൽകി. ഇത്രയധികം സ്നേഹിച്ച ആ ദൈവത്തിന് ഞങ്ങൾ ആദ്യം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. നാം ഈ സമയം ഇത്രയും അരുൺ സാറിനെ ശ്രവിക്കുകയായിരുന്നു. സാറിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിയപ്പോൾ സാർ ജീവിതത്തിൽ പല സമയങ്ങളിലും ദൈവത്തെ മുഖാമുഖം കണ്ടു. എല്ലാ സഹനങ്ങളിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു. സാറിനെ വീണ്ടും ഉയർത്തി ഇന്ന് നമ്മൾ കേട്ട ആ നിലയിലേക്ക് ദൈവം അവരെ ഉയർത്തി. ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.